അല്ലാഹു തരുമെന്ന പ്രതീക്ഷയോടെ ദുആ ചെയ്തു. ഒരിക്കൽ എന്റെ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയുണ്ടല്ലോ നമ്രൂദ് എന്ന് പറയുന്ന നീചനായ രാജാവ് പടച്ചവനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാ. പടച്ചവരെ എല്ലാവരും അതാ അട്ടഹസിക്കുകയാ. ഇബ്രാഹിം നബി അതാ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാ. ജിബ്രീൽ അതാ കടന്നു വരികയാ. ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാ, ഇബ്രാഹിം നബിയേ, ഈ കാണുന്ന തീക്കുണ്ടാരമുണ്ടല്ലോ അതിനാണ് തണുപ്പാക്കട്ടെ നബിയേ. ഇബ്രാഹിം നബിയോട് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഇബ്രാഹിം നബി അതാ പറയുകയാ, വേണ്ട വേണ്ട, എനിക്കെന്റെ അള്ളയുണ്ടോ, എനിക്കെന്റെ റബ്ബുണ്ടോ, എനിക്കെന്റെ യജമാനനുണ്ടോ എന്നെന്റെ പ്രിയമുള്ളവരെ ഇബ്രാഹിം നബി പറയുമ്പോ ഉസ്താദേ മക്കളില്ലെന്ന് പറയുന്നവരോട് പറയുകയാ, മൂസാ നബിയുടെ ഒരു ചരിത്രമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമുണ്ടല്ലോ ജീവിതത്തിൽ പഠിക്കേണ്ട ചരിത്രമാ. ആരാ മൂസ നബി? ആരാ? കലീമുല്ലാഹി മൂസാ. മൂസാ നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അല്ലാഹുവോട് സംസാരിച്ച പ്രവാചകരാണല്ലോ. ഒരു പെൺകുട്ടി കടന്നു വരികയാ, മൂസാ നബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. മൂസാ നബിയുടെ ചാരത്തേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയോ, മൂസാ നബിയോട് സങ്കടങ്ങൾ പറയുകയാ. മൂസാ നബിയേ, മക്കളില്ല, ദുആ ചെയ്യുമോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ പടച്ചവരെ പർവ്വതത്തിന്റെ പുറത്തേക്ക് കയറുകയാ. രണ്ട് കരങ്ങളും അതാ ഉയർത്തുകയാ. അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. മക്കളില്ലാത്ത സാധുവായ സഹോദരിക്കോ മക്കളെ കൊടുക്കണേ അല്ലാ. മൂസ നബി എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുകയാ. മൂസ നബി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. മൂസ നബി ദുആ ചെയ്യുമ്പോ ഒരു അശരീരി കടന്നു വരികയോ. മൂസാ നബിയെ ദുആ ചെയ്തിട്ട് കാര്യമില്ല, ഈ പെണ്ണിനുണ്ടല്ലോ അല്ലാഹു പ്രസവിക്കാനുള്ള കഴിവുണ്ടല്ലോ, കൊടുത്തിട്ടില്ല നബിയേ. മൂസാ നബിയോട് പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവരെ താഴത്തേക്ക് വീഴുകയാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവരെ താഴത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് ആ പെണ്ണിനോട് പറയുകയാ, മോളെ പ്രസവിക്കാനുള്ള കഴിവുണ്ടല്ലോ അല്ലാഹു നിനക്ക് തന്നിട്ടില്ല. ആ പെണ്ണിനോട് പറയുകയാ, ദുആ ചെയ്തിട്ട് കാര്യമില്ല, ദുആ ചെയ്തിട്ട് കാര്യമില്ല. ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് പോവുകയാ. ദിവസങ്ങൾ കഴിയുകയോ മാസങ്ങൾ കഴിയുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ് ഈ പറഞ്ഞ പെണ്ണ് കടന്നു വരികയാ. കയ്യിലൊരു കുട്ടിയുണ്ട്, മൂസ നബിയുടെ കയ്യിൽ കൊടുക്കുകയാ. എന്നിട്ട് പറയുകയാ, മൂസ നബിയേ, ഇതെന്റെ മകനാണ് നബിയേ. മൂസ നബി അത്ഭുതപ്പെടുകയാ. അല്ലാഹുവേ, നീയാണ് പറഞ്ഞത് ഈ പെണ്ണിന് പ്രസവിക്കാൻ കഴിയൂല എന്ന് നീയാണ് പറഞ്ഞത് അല്ലാ. പിന്നെങ്ങനാണല്ലാ ഈ പെണ്ണ് പ്രസവിച്ചതെങ്ങനാണല്ലാ? മൂസ നബി ഉണ്ടല്ലോ മലയുടെ മുകളിലേക്ക് കടന്നു ചെല്ലുകയാ. രണ്ട് കരങ്ങൾ ഉയർത്തുകയാ. അല്ലാഹുവോട് കരഞ്ഞ് ദുആ ചെയ്യുകയാ. അല്ലാ, ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് നീയാണ് പറഞ്ഞതല്ല, പിന്നെങ്ങനാണ് റബ്ബേ ഈ പെണ്ണ് പ്രസവിച്ചതെങ്ങനാ? മൂസ നബി എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ മൂസ നബിയോടല്ല പറയുകയാ, ആ പെണ്ണ് ഒരു ദിക്റ് ചൊല്ലിയ പെണ്ണാ. ആ ദിക്റ് ചൊല്ലുമ്പോ ആ പെണ്ണിന്റെ മനസ്സിലൊരു നീയത്തുണ്ട്, അത് അല്ലാഹു കൊടുക്കുമെന്നൊരു നീയത്തുണ്ട്. മൂസ നബി അല്ലാഹുവോട് ചോദിക്കുകയാ, അല്ലാ അതേത് ദിക്റാണ് അല്ലാ? മൂസ നബി ആ പെണ്ണിന്റെ ചാരത്തേക്ക് വരികയാ. മൂസ നബി ആ പെണ്ണിനോട് ചോദിക്കുകയാ, ഏത് ദിക്റാ മോളെ? മക്കളില്ലാതെ വന്ന മോളെ, നിനക്ക് അല്ലാഹു മക്കളെ തന്നല്ലോ, അതിനു വേണ്ടി ചൊല്ലിയ ദിക്റേതോ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ മൂസ നബിയോട് ആ പെണ്ണ് പറഞ്ഞു കൊടുത്ത ദിക്റേതാ? യാ റഹീം, യാ അല്ലാഹ്, യാ റഹീം, യാ അല്ലാഹ്, യാ റഹീം, യാ അല്ലാഹ്. ഈ പറയുന്ന ദിക്റ്
അല്ലാഹു തരുമെന്ന പ്രതീക്ഷയിലോ ആരാണോ ദുആ ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് അവർക്ക് അല്ലാഹു പടച്ചതമ്പുരാ ഖൈറായ മക്കളെ കൊടുക്കുമെന്ന് പറയുമ്പോ ഇത് കാസർഗോഡ് ജില്ലയാണല്ലോ. ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ, ഒരുപാട് മക്കാമുകളുണ്ടല്ലോ, ഒരുപാട് ജിന്നുമ്മമാരുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം എന്നെ പ്രിയമുള്ളവരെ കാസർഗോഡ് പൂച്ചക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജിന്നുമ്മ എന്ന് പറയുന്ന പെണ്ണ് പടച്ചവരെ ഒരു സഹോദരനെ എന്നെ പ്രിയപ്പെട്ടവരെ കൊന്നത് ഞാനും നിങ്ങളും കണ്ടതാ. അതുപോലുള്ള ജിന്നുമ്മമാരുടെ ചാരത്തേക്ക് ഞാനും നിങ്ങളും പോകാൻ പാടില്ലോ. പരിശുദ്ധമാക്കപ്പെട്ട ദീനുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പറയുകയാ, അങ്ങനെയുള്ള ജിന്നുമ്മമാര് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ, നമ്മുടെ കാസർഗോഡ് വരുമ്പോ, നമ്മുടെ പൂച്ചക്കാട് വരുമ്പോ, നമ്മുടെ കളത്തൂര് വരുമ്പോ അവരെ അതാ ആട്ടി ഓടിക്കാൻ പഠിക്കേണ്ടതാ. ഇവിടെ ഒരു മക്കാമുണ്ടല്ലോ, ഈ മക്കാമിന് വന്ന് ദുആ ചെയ്തോ. ഇവിടെ മക്കാമുണ്ടല്ലോ, ഇവിടെ വന്ന് നേർച്ചകൾ നേർന്നോ. ഇവിടെ മക്കാമുണ്ടല്ലോ, ഇവിടെ വന്ന് കരഞ്ഞു ദുആ ചെയ്തോ. ഇവിടെ തങ്ങളുണ്ടല്ലോ, തങ്ങളോട് കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അല്ലാതെ പെങ്ങളെ ഏതെങ്കിലും ജിന്നുമ്മമാരുടെ ചാരത്ത് കടന്നു ചെന്നിട്ട് അവരുടെ കട്ടില് പോയിട്ട് അവർക്ക് വേണ്ടി പൈസ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുന്ന രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരാരെന്നറിയോ? വയദഊനനാ റഅബൻ വറഹബാ. അല്ലാഹു തരുമെന്ന പ്രതീക്ഷയില് ആരാണ് ദുആ ചെയ്യണത്? അവരെന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തരും എന്നുള്ള പ്രതീക്ഷയിൽ ദുആ ചെയ്യണവരാരാ? അവരാണ് അൽഹംദുലില്ലാ രണ്ടാമതായി ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുന്ന വിഭാഗമെന്ന് നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊടുത്തയക്കുന്നുണ്ട്. രണ്ട് ഭാഗത്താണ്. ഞാൻ സ്ത്രീകളുടെ ഭാഗത്ത് മാത്രം പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് ആണുങ്ങളുടെ ഭാഗത്തും ചില ആളുകൾ പറയും ഉസ്താദെ സ്ത്രീകളെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭാഗത്തില്ല ഉസ്താദെ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഭാഗത്ത് ആണുങ്ങളുടെ ഭാഗത്തും പെണ്ണുങ്ങളുടെ ഭാഗത്തും ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബക്കറ്റ് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന എത്ര രൂപയാണെങ്കിലും ഞാൻ പറഞ്ഞു, ഈ മക്കാമിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വന്ന് ദുആ ചെയ്തിട്ട് എത്രയോ അസുഖങ്ങൾ മാറി എത്രയോ പാവങ്ങളുണ്ട്. ഈ മക്കാമിൽ വന്ന് ദുആ ചെയ്തിട്ട് അസുഖങ്ങൾ മാറി എത്രയോ പാവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, കരഞ്ഞോ അള്ളാന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തരുമെന്ന പ്രതീക്ഷയോടെ ദുആ ചെയ്തോ. ഇൻഷാ അല്ലാഹ് വയദഊനനാ റഅബൻ വറഹബ. ആരാണോ അള്ളാഹു തരുമെന്ന പ്രതീക്ഷയിൽ ദുആ ചെയ്യണവരാരാ? അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കാൻ കഴിയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരും, പെണ്ണുങ്ങളുടെ ഭാഗത്തേക്കും ബക്കറ്റ് വരും. ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ കഴിയുന്ന നല്ല സദഖ എടുത്ത് ഇൻഷാ അല്ലാഹ് കൊടുക്കുക. അല്ലാഹുവിനെ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ റാഹത്തിലാക്കണേ അല്ലാഹ്. മനോഹരമാകുന്ന വഅലിന്റെ സദസ്സാണല്ലാഹ്. പടച്ചവനെ സയ്യിദന്മാരുള്ള സദസ്സാണല്ലാഹ്. ഒരു മക്കാമിന്റെ ചാരത്ത് വെച്ച് പറയുന്ന വഅലാണല്ലാഹ്. നാദാ പടച്ചവനെ ബക്കറ്റ് കടന്നു വരുമ്പോ അതിലേക്ക് സദഖ കൊടുക്കുന്ന പാവങ്ങളുണ്ടല്ലാഹ്. അവരൊരാളെയും നാദാ വെറുതെ ആക്കല്ല അല്ലാഹ്. അവരൊരാളെയും നാദാ കീറുമുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. ഈമാൻ കൊടുക്കണേ അല്ലാഹ്. മൺമറഞ്ഞുപോയ മാതാപിതാക്കളോ കുടുംബാദികളോ പടച്ചവരെ ഉസ്താദന്മാരോ അവരുടെ മണ്ണറ അല്ലാഹ് മണിയറയാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. മദീനയും മക്കയും കാണാതെ മരിപ്പിക്കല്ലേ തമ്പുരാനേ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഭാഗത്ത് വരും. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് എത്രയാണോ കൊടുക്കാൻ കഴിയുക അത്രത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിയണം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതാണ് മൂസ നബി എന്റെ പ്രിയപ്പെട്ടവരെ ആ പെണ്ണിനോട് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, മൂസ നബിയെ അല്ലാഹു തരുമെന്ന പ്രതീക്ഷയോടുകൂടി ആ പെണ്ണ് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ദിക്ർ ചൊല്ലി. ഏതാ ദിക്ർ? ഏതാ? യാ റഹീം യാ അല്ലാഹ്. അല്ലാഹു തരുമെന്ന പ്രതീക്ഷയോടെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ കളത്തൂരിന്റെ പരിസരത്ത് സ്വന്തമായിട്ട് വീടില്ലാത്ത ചില ആളുകളുണ്ടാവും. കളത്തൂരിന്റെ പരിസരത്ത് സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവരുണ്ടാവും. ഇവരെങ്ങനെ ദുആ ചെയ്യാറ്? അല്ലാഹുവേ പടച്ചോനെ, അല്ലാഹു എനിക്ക് കുറച്ച് സ്ഥലം റബ്ബേ നീ കളത്തൂര് തരണേ അല്ലാഹ്. എന്താ പറയാ? അല്ലാഹുവേ എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ നീ കളത്തൂര് തരണേ അല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവൻ എന്റെ അള്ളാഹിനോട് ചോദിക്കാത്ത റബ്ബേ
ഒരു ഏക്കർ സ്ഥലമെങ്കിലും തരണേ അല്ലാ. എന്താ നമ്മൾ ദുആ ചെയ്യാത്തെ? എന്താ നമ്മൾ ദുആ ചെയ്യാത്തെ? ഒരു വണ്ടി ഇല്ലാത്ത ചങ്ങാതി മിക്കപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ എനിക്കൊരു സൈക്കിൾ ഇല്ല റഹ്മാനെ, എനിക്കൊരു ചെറിയ സൈക്കിൾ തരണേ റഹ്മാൻ, എനിക്കൊരു ചെറിയ വണ്ടി തരണേ റഹ്മാനെ. എന്തേ? പടച്ചോന്റെ ഖജനാവിന്റെ പ്രിയപ്പെട്ടവരെ കാലിയ അള്ളാഹുവോട് നിങ്ങൾക്ക് എത്രത്തോളം ചോദിക്കാൻ കഴിയുമോ അത് അള്ളാഹു തരുമെന്ന പ്രതീക്ഷയോടെ എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യണം. പിന്നെ ചില